iPhone 16-ൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാ ഘടകങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആക്ച്വലി കുറച്ച് കാര്യങ്ങൾ ഒരു 3-4 മാസം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പ്രധാന മാറ്റങ്ങൾ വരുന്നു എന്നുള്ള കാര്യം. അതുകൂടാതെ എന്തൊക്കെ അപ്ഡേറ്റുകളാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്, ലീക്സ് ആൻഡ് റൂമേഴ്സ് വഴിയാണ് എല്ലാ വിവരങ്ങളും. എന്തായാലും എന്തൊക്കെയാണെന്നുള്ള കാര്യം വിശദമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാം. ആദ്യം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോഴും മാറ്റമില്ല, അതൊക്കെ അങ്ങനെ തന്നെ വരുമെന്നാണ് പറയുന്നത്. അതായത് അത് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഒന്ന്, ഈ പവർ ബട്ടന്റെ താഴെയായിട്ട് ഒരു ചെറിയ പുതിയ ബട്ടൺ കൂടി വരും. ക്യാപ്ചർ ബട്ടൺ എന്നാണ് അവർ വിളിക്കുന്നത്. ക്യാമറയിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ സ്ക്രീനിൽ ടാപ്പ് ചെയ്യേണ്ട, അതിന് പകരം ആ ഒരു ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് DSLR പോലെ ഫോട്ടോ എടുക്കാൻ കഴിയുമെന്നുള്ളത് ഒരു മാറ്റം. ഇത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. പിന്നെ ഡിസ്പ്ലേ സൈസ്, ഇതിന്റെ ബെസിൽസിന്റെ സൈസ് ഇനിയും കുറച്ചുകൊണ്ട്, ഇത് ഓൾറെഡി വളരെ കുറച്ചേ ഉള്ളൂ, ഇത് ഇനിയും കുറച്ചുകൊണ്ട് ഡിസ്പ്ലേ നൈസ് ആയിട്ടൊന്ന് കൂട്ടും. അതായത് ഫോണിന്റെ സൈസ് കൂട്ടില്ല, ഡിസ്പ്ലേ സൈസ് മാത്രം കൂടും. ബെസിൽസ് കുറയുമ്പോൾ കുറച്ച് കൂടുമല്ലോ. അങ്ങനെ പ്രോ മാക്സ് മോഡലുകളിൽ കൂടും. 6.86 ഇഞ്ചും ആവും, 6.27 ഇഞ്ചും ആവും ഡിസ്പ്ലേയുടെ സൈസ്. ചെറിയൊരു വ്യത്യാസം. പിന്നെ റീഫ്രഷ് റേറ്റിന്റെ കാര്യം, പ്രോ മാക്സിൽ 120 ഹെർട്സ് കാണും. 16 പ്ലസിലേക്ക് വരുമ്പോൾ 60 ഹെർട്സ് തന്നെ ഉണ്ടാവുള്ളൂ. അതിൽ തവണയും മാറ്റമില്ല. പിന്നെ ക്യാമറയുടെ ഭാഗത്ത് നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ, 48 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ കൂടി വരും. അതേപോലെ തന്നെ പെരിസ്കോപ്പിക് ലെൻസ് വരുമെന്ന് കേൾക്കുന്നു, സാധ്യതയില്ല. 5x ഒപ്റ്റിക്കൽ സൂമുള്ള ടെലിഫോട്ടോ ലെൻസ് അത് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. പെരിസ്കോപ്പിക് വന്നാൽ വന്നു, വരുമെന്ന് ഇപ്പോൾ പുതിയതായിട്ട് പറഞ്ഞു കേൾക്കുന്നു. വിശ്വസിക്കാൻ തോന്നുന്നില്ല, ചിലപ്പോൾ വരുമായിരിക്കും. ഒരു പുതിയ കാര്യം, ഇതിന് പുറത്തൊരു കോട്ടിംഗ് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഐഫോണിന്റെ ക്യാമറ കൊണ്ട് ലോ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് സിറ്റുവേഷനിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ലെൻസ് ഫ്ലെയർ വരാറുണ്ട്, ഒരു ശല്യമാണത്. അത് ഒഴിവാക്കാൻ വേണ്ടി ചില ഒരു കോട്ടിംഗ് ഒക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. സോ അതൊരു പുതിയ ഇൻഫർമേഷൻ ആണ്. ഡിസൈനിൽ ഇപ്പോഴും പുതിയതായിട്ട് പറയുന്നതും ഇതുപോലെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്, ഒരു മാറ്റം ഉണ്ടാവില്ല എന്നാണ്. അതായത് iPhone 15 സീരീസ്, 15 പ്രോ മാക്സ് ഒക്കെ കയ്യിലുള്ള ആൾക്കാരാണെങ്കിൽ 16 പ്രോ ആണോ പ്രോ മാക്സ് ആണോ അവർ ഉപയോഗിക്കുന്നത് കണ്ടാൽ തിരിച്ചറിയില്ല. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ളവർ പുതിയത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇത് 16 പ്രോ ആണെന്ന് ആൾക്കാരങ്ങ് വിചാരിച്ചോളും. അത്രയ്ക്ക് സെയിം ആണെന്നാണ് പറയുന്നത്, വലിയ മാറ്റമൊന്നുമില്ല. എന്നാൽ ചില സോഴ്സുകളിൽ നിന്ന് പറയുന്ന ഒരു കാര്യം, ഇതിന്റെ സൈഡ് ബിസിലുണ്ടല്ലോ, ഇത് വന്നിട്ട് കുറച്ചും കൂടി ഗ്ലോസി ആക്കുമെന്നാണ് പറയുന്നത്. അത് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്ര. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്യുമെന്ന് പറയുന്നു, കണ്ടറിയണം. എന്തായാലും ഡിസൈനിൽ കാര്യമായ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അത് എല്ലാ സോഴ്സുകളിൽ നിന്നും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സെയിം ഡിസൈൻ. എന്നാൽ 16 പ്ലസ് എന്ന ബേസ് മോഡൽ ക്യാമറ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് വെർട്ടിക്കലായിട്ട് കൊടുക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേഷ്യൽ വീഡിയോ, നമ്മുടെ വിഷൻ പ്രോയിലൊക്കെ 3D വീഡിയോ കാണുമല്ലോ, ആ സെറ്റപ്പ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ക്യാമറ കൊടുക്കണം. അതുകൊണ്ട് അത് ആ രീതിയിലായിരിക്കും വരിക എന്ന് മാത്രമാണ് ഒരു ചേഞ്ച് ഈ ബേസ് മോഡലുകളുടെ കാര്യത്തിൽ ഡിസൈനിൽ വരാൻ പോകുന്നത്. സോ അത്രയേ ഉള്ളൂ ഡിസൈനിന്റെ കാര്യം. ഇനി ഇതിന്റെ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 40 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആക്കും. കുറച്ചും കൂടി ബെറ്റർ ഫാസ്റ്റ് ചാർജിങ് വരും. ശരിക്കും 68 വാട്ടൊക്കെ വന്നാലാണ് ഒരു ഇത്തിരിയും കൂടി നല്ല ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയാനുള്ളൂ. എങ്കിലും ഇവർ കൊടുത്തത് 20-27 ഒക്കെ ആണെന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും 40 വാട്ട് ബെറ്റർ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയാം. വയർലെസ് ചാർജിങ് 20 വാട്ട് ആക്കുന്നുണ്ട്. സോ അതും ബെറ്റർ ആവുന്നുണ്ട്. ചാർജിങ് ബെറ്റർ ആണെന്ന പോലെ തന്നെ ബാറ്ററി ലൈഫിലും വ്യത്യാസമുണ്ട്. അതായത് ഡിസ്പ്ലേ കുറച്ചും കൂടി പവർ എഫിഷ്യൻ്റ് ആയ ടെക്നോളജിയാണ് വരാൻ പോകുന്നത്. അതുപോലെ പ്രൊസസ്സറും പവർ എഫിഷ്യൻ്റ് ആണ്. ബാറ്ററി സൈസിൽ ചെറിയൊരു ചാട്ടം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ബാറ്ററി ലൈഫിൽ ഒരു ബെറ്റർ ഫീൽ നമുക്ക് കിട്ടും. ഒപ്പം തന്നെ ചാർജിങ്ങും ബെറ്റർ ആയി. ഈ iPhone 15 പ്രോ മാക്സ് ഇത് ലോഞ്ച് ചെയ്ത് അന്ന് തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ബാറ്ററി ലൈഫിൽ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ പക്ക ഹാപ്പിയാണ്. ഇത് ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ലൈഫ് തരുന്ന ഒരു ഫോണായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഇനിയും കുറച്ചുകൂടി ബെറ്റർ ആകുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. ഇനി ഇതിന്റെ പ്രൊസസറിന്റെ കാര്യം, പ്രൊസസറിലേക്ക് വന്നു കഴിഞ്ഞാൽ A18 സീരീസ് ആണ് നമുക്കറിയാം, 18 ആണെന്ന് നമുക്കറിയാം. അതിൽ ഒരു വ്യത്യാസമുണ്ട്. ബേസ് മോഡലിൽ A18 ഉപയോഗിക്കുമ്പോൾ പ്രോ മാക്സ് മോഡലുകളിലേക്ക് വരുമ്പോൾ 18 പ്രോ എന്ന് പറയുന്നത് A18 പ്രോ എന്ന് പറയുന്ന ചിപ്സെറ്റ് ആയിരിക്കും ഉപയോഗിക്കുക. സ്ലൈറ്റ്ലി വ്യത്യാസമുണ്ട്. സോ രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി വെച്ചിരിക്കുന്നു. കാര്യമായ പെർഫോമൻസ് വ്യത്യാസം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. എവിടെയെങ്കിലും പേരുകളിൽ വ്യത്യാസം കാണുന്നുണ്ട്. റിയൽ ലൈഫിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് വന്നു കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ വരും. ഇനി രണ്ടിലും 18 തന്നെ വെച്ചുകൊണ്ട് വരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ പറയപ്പെടുന്നത് ഇങ്ങനെയാണ്, 18 ബേസ് മോഡലും 18 പ്രോ മാക്സ് മോഡലുകളിലും കാണും. ഇനി അടുത്ത ഗംഭീര ചേഞ്ച് ആയിട്ട് ഈ 16 സീരീസ് വരുമ്പോൾ പറയപ്പെടുന്നത് അതിനകത്ത് വരാൻ പോകുന്ന AI അപ്ഡേറ്റുകളാണ്. AI അപ്ഡേറ്റുകൾ എന്ന് പറയുമ്പോൾ ഇത് iOS 18ന്റെ ഭാഗമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഫീച്ചേഴ്സാണ്. പക്ഷേ ഓൺ ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ലാർജ് ലാംഗ്വേജ് മോഡൽ LLM സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ കുറേ ഓൺ ഡിവൈസിൽ തന്നെ ഈ AI ഫീച്ചറുകളെല്ലാം വർക്ക് ചെയ്യുന്ന തരത്തിൽ iPhone 16 സീരീസിൽ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചറുകൾ നമുക്ക് നെറ്റ് ഇല്ലെങ്കിലും വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. 3-4 ഇമ്പോർട്ടൻ്റ് ആയ ചേഞ്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് വിഷ്വൽ അപ്ഗ്രേഡ് ആണ്. ഈ പറയുന്ന കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഈ സ്ഥിരം UI ഒന്ന് മാറ്റിയിട്ട് കുറേ അധികം വിഷൻ പ്രോയുടെ, അവരുടെ ആപ്പിൾ വിഷൻ പ്രോയുടെ പോലത്തെ ഒരു UI കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. സോ അത് iOS 18ന്റെ ഭാഗമാണ്. സോ തീർച്ചയായിട്ടും ഒരു പുതിയ എക്സ്പീരിയൻസ് ഇൻസൈഡ് നമ്മുടെ ഫോണിന്റെ പുറമെ കാണാനില്ലെങ്കിലും അകമേ കാര്യമായ മാറ്റം വരും. സിരിയും സഫാരിയുമാണ് മെയിനായിട്ട് ഇവരെടുത്ത് പറയുന്നത്. സിരി ഭയങ്കര അൾട്ടിമേറ്റ് സ്മാർട്ട് അസിസ്റ്റൻ്റായി മാറുമെന്നാണ് പറയുന്നത് ഈ iOS 18ലെ, അല്ലെങ്കിൽ ഈ പുതിയ AI സംവിധാനങ്ങൾ iPhone 16 വരുന്നതോടുകൂടി വരുന്ന ഈ AI സംവിധാനങ്ങളിൽ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, iOS 18ൽ വരുന്നത് ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഈ ആപ്പ് ഐക്കണൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം മുകളിൽ വന്ന് കിടക്കുകയുള്ളൂ. ബട്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാം. പല ഫോട്ടോസും വാൾപേപ്പറും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം. ആ രീതിയിലൊക്കെ ഇത് മാറും. സോ അങ്ങനെ AI പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ iPhone 16ലും വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ iOS 18ന്റെ ഭാഗമായിട്ടും വരുന്നുണ്ട്. iPhone 16 സെപ്റ്റംബർ
മാസത്തിലായിരിക്കും വരിക, 7-10 ആ ഒരു ഡേറ്റിൻ്റെ ഇടയിലായിരിക്കും വരിക. iOS 18 ഡെവലപ്പർ ബീറ്റ ജൂൺ 10 തന്നെ ലോഞ്ച് ആവുമെന്ന് കേൾക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ബീറ്റ വെർഷനൊക്കെ ഉപയോഗിക്കാൻ ധൈര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, സെക്കൻഡറി ഫോണൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ അത് ഉപയോഗിച്ച് തുടങ്ങാം. പിന്നെ ബീറ്റ വെർഷൻ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡറി ഫോണിൽ ഉപയോഗിക്കാവൂ. പ്രശ്നമാണ്, അല്ലെങ്കിൽ കുറേ ബഗ്ഗുകൾ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാവൂ. സോ അപ്പോൾ അങ്ങനെയാണ് iPhone 16 സീരീസിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. പവർ ബട്ടൺ, ഡിസ്പ്ലേ സൈസ് കൂടുന്നു, ബാറ്ററി മാറുന്നു, ക്യാമറയിൽ പെരിസ്കോപ്പിക് വരുമെന്നോ, 48 മെഗാപിക്സൽ വൈഡ് ആംഗിൾ വരുമെന്നോ, ഈ AI ഫീച്ചറുകൾ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ വെച്ചുകൊണ്ട് iPhone 16 സീരീസ് ഗംഭീരമായ യൂസർ എക്സ്പീരിയൻസിലെ അപ്ഗ്രേഡ് ആണ് തരാൻ പോകുന്നത്. കാണാൻ പക്ഷേ കാര്യമായ മാറ്റം ഉണ്ടാവില്ല. കാണാൻ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് 16 സീരീസിലേക്ക് നോക്കുക വേണ്ട. കാരണം iOS 18 വഴി ഈ പറഞ്ഞ എക്സ്പീരിയൻസ് 15 സീരീസിലേക്കും വരും. സോ എനിക്കിത് തന്നെ മതിയാവും. പക്ഷേ ഇങ്ങനെ കാണാൻ ഒരു അഭിപ്രായം ഉണ്ട് കേട്ടോ. ഈ നത്തിങ്ങിൻ്റെ ഒക്കെ CEO പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ ഫോണിൻ്റെ സ്റ്റൈൽ അവർ ആ രീതിയിൽ നിലനിർത്തുകയാണ്. ഈ 2 ഇറങ്ങിയപ്പോൾ എന്താ ഒരു മാറ്റം ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമാണ്, അതൊരു യൂണിക്കായിട്ട് നത്തിങ് നിലനിർത്തുകയാണെന്ന്. ഐഫോണും ഇതൊരു യൂണിക്കായ രീതിയിൽ അവർ നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തെറ്റൊന്നും പറയാനില്ല. ബെസ്റ്റ് ഡിസൈനാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാട് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. സോ iPhone 16 സീരീസിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴേക്ക് കിട്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഞാനിവിടെ പറഞ്ഞു. കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല, കൂടുതലൊന്നും വരാനില്ല. ഇതൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും വരട്ടെ, നമുക്ക് നോക്കാം. സെപ്റ്റംബറിലാണ് ലോഞ്ച് എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. സോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.